പ്രൈസലോ. പത്രോസ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞപ്പോ അപ്പാ കഴിഞ്ഞ രാത്രി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. എടാ ഞാൻ നിന്നോട് അതൊന്നും ചോദിച്ചില്ലല്ലോ. എടാ എനിക്കറിയാതെ കർത്താവിന്റെ മുമ്പിൽ അവൻ വീഴുക. അപ്പൊ കഴിഞ്ഞ രാത്രി അപ്പാ ഇത്ര വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു കർത്താവ്, ഇന്നും കടവാ ബാക്കി, ഇന്നും ജപ്തിയാ ബാക്കി. നീ പറ അപ്പനോട്, അപ്പാ ഇന്ന് എന്റെ പടക് ഞാൻ നിനക്ക് വേണ്ടി തരുവാ. ഇന്ന് നീ എന്റെ പടകിലൊന്ന് കയറണം. ഇന്ന് നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ഇന്ന് കർത്താവേ ഹല്ലേലൂയ, നീ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഈ ദൈവം മതി എനിക്ക്. കർത്താവേ എന്റെ അപ്പം മാത്രം മതി എനിക്ക്. അങ്ങനെ പറയുവാണെങ്കിൽ പടക് നിറയും, മുങ്ങുമാറാവോളം. അല്ലല്ലോ, പടക് മുങ്ങത്തില്ല. എത്ര നന്മ നിന്റെ കിട്ടിയാലും അപ്പം പടകിലുണ്ടെങ്കിൽ മുങ്ങുന്ന വക്ക് വരെ എത്തും, പക്ഷെ മുങ്ങത്തില്ല. പലരും കർത്താവ് പലതും ഉണ്ടായിട്ടും ആത്മഹത്യ മാത്രമേ ബാക്കിയുള്ളൂ. ആലോചിച്ചു, ഈ കേരളത്തിലെ ഏറ്റവും വലിയ വീടിന്റെ ഉടമയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും വലിയ വീട് ആത്മഹത്യ ചെയ്തു. കർത്താവ് പടകിലില്ല. ഇവിടെ കർത്താവ് പടകിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ വക്ക് വരെ പടക് നിറയും, പക്ഷെ മുങ്ങുമാറോളും, പക്ഷെ മുങ്ങത്തില്ല. വല കീറുമാറാവോളും, പക്ഷെ വല കീറത്തില്ല. അതാണ് അപ്പൻ്റെ കൂടെ കിട്ടിയാലുള്ള നന്മ. ഹല്ലേലൂയ, സ്തോത്രം. അത് മുങ്ങത്തില്ല, അത് കീറത്തില്ല, അത് നിറവിന്റെ അനുഭവമായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന് വേണ്ടി നീ പടക് വിട്ടുകൂടെ. അപ്പനോട് കർത്താവ് യാത്ര ചെയ്യേ, അല്പസമയം നീ അവന്റെ കാൽക്കൽ ഒന്ന് വീട്. ഈ സമയത്താണ് ഹല്ലേലൂയ, സ്തോത്രം, പത്രോസ് അവന്റെ കാൽക്കൽ വീഴുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ അപ്പന്റെ അടുക്കൽ നിനക്ക് കാൽക്കൽ വീഴാൻ നീ തയ്യാറാണോ? കഴിഞ്ഞതെല്ലാം മറക്ക്, കഴിഞ്ഞെല്ലാം പോട്ടെ, നഷ്ടമൊക്കെ അങ്ങ് വീട്. ഇന്നൊരു തീരുമാനം എടുത്തു. അപ്പാ നീയോട്ടുള്ള യാത്ര മതി. നീ എന്റെ അമരത്തൊന്ന് ഇരുന്നാ മതി. നീ എന്റെ അമരത്തുണ്ടായി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കാറ്റും പ്രതികൂലമൊക്കെ അടിച്ചോട്ടെ, പടക് നിന്റേതാണ്. എനിക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അല്ലയോ, നീ എന്റെ അമരത്താണ് തല ചായ്ച്ച് കിടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വള്ളത്തിന്റെ ഏറ്റവും ആദ്യം തകരുന്നത് എവിടാന്നറിയോ? അമരമാണ്. പൗലോസിന്റെ യാത്രയില്, കപ്പൽ യാത്രയില് അവർ ആദ്യം തകർന്നത് അവർ അമരമായിരുന്നു. അമരത്തപ്പനുണ്ടെങ്കിൽ അത് തകരത്തില്ല. നിന്റെ പ്രതികൂലത്തിന്റെ ഇടയ്ക്ക് എന്റെ അപ്പനെ ഇരുന്നാ മതി. എന്റെ പ്രതികൂലത്തിൽ അപ്പന്റെ സാന്നിധ്യം മതി. ഹല്ലേലൂയ, അവൻ അമരത്തിൽ തലചായ്ച്ച് ഉറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ, അവസാനം വരെ നിലനിൽക്കുവാൻ ഹല്ലേലൂയ എന്റെ ദൈവം എന്നെ ഇടവരുത്തി. ഹല്ലേലൂയ. അപ്പാ നിങ്ങൾക്കൊരു പ്രത്യാശ വേണം. എന്റെ അപ്പൻ എന്റെ അമരത്തുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, 150 പേരും തുഴക്കാര് തുഴയുന്നുണ്ട്. ഒരുത്തൻ എന്റെ ഏറ്റവും കൊമ്പത്തിരുന്ന്, അവൻ പാട്ട് പാടത്തില്ല, വള്ളംകളിയുടെ ഏറ്റവും മേളില് ഒരുത്തൻ ഇരിപ്പുണ്ട്, വലിയൊരു പങ്കായമുണ്ട്. അവൻ അവന്റെ കൺട്രോൾ, അവൻ അവിടെ കൊണ്ട് തിരിക്കുന്ന ഈ ബോട്ട് പോകുന്നു. മറ്റവരെല്ലാം പാട്ട് പാടുന്നു, തുഴയിട്ടടിക്കുന്നു. ഇവന്റെ ആ കൺട്രോള്, ആ മേളിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്, അവൻ തിരിക്കുന്ന അനുസരിച്ച് ഈ ബോട്ട് പോകുന്നത്. അമരം അതാണ്. അവിടെ നിന്റെ അപ്പനുണ്ടെങ്കിൽ കർത്താവേ തിരിക്കുന്നതിന്റെ യേശുവാണ് നിന്റെ ലൈഫ് തിരിയുന്നത്. ഓ ഹല്ലേലൂയ, അതാണ് അമരം. യഥാർത്ഥ അമരം അതാണ്. അമരത്തിരുന്ന് അവൻ നീക്കുന്ന അനുസരിച്ചാണ് നമ്മൾ പേർക്ക് ഇവരെ തുഴ കൊണ്ടാണ് ഇത് പോകുന്നത്. ഇവർ തുഴയുന്നുണ്ട്, കൺട്രോൾ ഇവന്റെ ഇല്ല. ഹല്ലേലൂയ, കാറ്റും തിരമാലകളൊക്കെ ആഞ്ഞടിച്ചപ്പോഴും അമരത്ത് തലകായ്ച്ച എന്റെ യേശുവോളുണ്ട്. അവനെ നീ ഉണർത്താൻ തയ്യാറാണെങ്കിൽ കാറ്റ് അടങ്ങും, കടലും മാറിപ്പോവും, എല്ലാം ശാന്തമാകും. പുതിയൊരു വർഷത്തിലേക്ക് കാല് വെക്കുന്നതിന് മുമ്പ് ചില ശാന്തത ഉണ്ടായി നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ.